ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടി. AAPയുടെ ദേശീയ ആസ്ഥാനം ഒഴിയാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ജൂൺ 15-നകം ഓഫീസ് ഒഴിയണമെന്നാണ് നിർദ്ദേശം. ഓഫീസ് കയ്യേറ്റ ഭൂമിയിലെന്ന് കോടതി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, ഏതായാലും വലിയ തിരിച്ചടി തന്നെയാണ് ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്നത്. ദേശീയ ആസ്ഥാനം തന്നെ ഒഴിയണമെന്ന നിർദ്ദേശം ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രാജീവ് സൂചിപ്പിച്ചതുപോലെ കനത്ത തിരിച്ചടി തന്നെയാണ് ആം ആദ്മിക്ക് ഉണ്ടായിട്ടുള്ളത്. വലിയ രീതിയിൽ അന്വേഷണങ്ങൾ നേരിടുകയും അഴിമതി ആരോപണങ്ങളിൽ അന്വേഷണം നേരിടുകയും ഡൽഹി ഭരണത്തിൽ മുഖ്യമന്ത്രിക്ക് ഒരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത്തരത്തിൽ നോട്ടീസ് നൽകുകയും ചെയ്തൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ആം ആദ്മിയുടെ ദേശീയ ആസ്ഥാനം കൂടി നഷ്ടമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. സുപ്രീം കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആം ആദ്മിക്ക് ലഭിച്ചിട്ടുള്ളത്. നിലവിൽ ജൂൺ 15-നകം പാർട്ടിയുടെ ഓഫീസ് ഒഴിയണം എന്നുള്ളത് ആം ആദ്മിക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലാ കോടതി വിപുലീകരണത്തിനായി ഡൽഹി ഹൈക്കോടതിക്ക് അനുവദിച്ച സ്ഥലത്താണ് ഇത്തരത്തിൽ ഓഫീസ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതായത് അനധികൃതമായാണ് ആം ആദ്മിയുടെ ദേശീയ ഓഫീസ് പണിതിട്ടുള്ളത്. അനധികൃതമായി സ്ഥലം കയ്യേറിയാണ് പണിതിട്ടുള്ളത് എന്നുള്ളതാണ് ഈ കേസിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ജൂൺ 15-നകം ഓഫീസ് ഒഴിയണം. പുതിയ ഓഫീസിനുള്ള ഭൂമിക്കായി ലാൻഡ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫീസിനെ സമീപിക്കണം എന്നുള്ള കാര്യം കൂടി സുപ്രീം കോടതി അറിയിച്ചിട്ടുണ്ട്. 4 ആഴ്ചയ്ക്കുള്ളിൽ തന്നെയും പാർട്ടിയുടെ അപേക്ഷ പരിഗണിക്കണമെന്നും നിശ്ചിത സമയത്തിനകത്ത് തീരുമാനം അറിയിക്കാനും ഈ ലാൻഡ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫീസിനോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. രാജീവ്. ജിഷ്ണു, രാജ്യത്ത് നിന്ന് തന്നെ അഴിമതി തുടച്ചു നീക്കുമെന്ന അവകാശവാദവുമായാണ് ആം ആദ്മി രൂപീകരിച്ചത്. അതേ ആപ്പിന് തന്നെയാണ് ഇപ്പോൾ നിലവിൽ കയ്യേറ്റ ഭൂമിയിൽ നിന്ന് ആസ്ഥാനം ഒഴിയേണ്ടി വരുന്നത്. അതും കയ്യേറ്റമാണെന്ന് കോടതി തന്നെ കണ്ടെത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ രാജീവ് സൂചിപ്പിച്ചതുപോലെ അഴിമതിക്കെതിരെ ഒരു വലിയ നിലപാട് ഉയർത്തിക്കൊണ്ട് രാജ്യത്ത് മുൻപോട്ട് വന്നിട്ടിരുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ആം ആദ്മി. പക്ഷേ ഇപ്പോൾ ഡൽഹിയിലാണെങ്കിലും പഞ്ചാബിലാണെങ്കിലും ആം ആദ്മി ഭരിക്കുന്ന സർക്കാരിനെതിരെ അല്ലെങ്കിൽ സംസ്ഥാനത്ത് ആ സർക്കാരിനെതിരെ ഉയർന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങളിൽ പ്രത്യേകിച്ച് ഡൽഹിയിലെ മദ്യനയ അഴിമതി 100 കോടി രൂപയുടെ അനധികൃത സമ്പാദ്യം അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ അറിഞ്ഞുകൊണ്ട് ആം ആദ്മി മദ്യനയ അഴിമതിയിലൂടെ നേടി എന്നുള്ളതാണ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുള്ളത്. അതിന് തുടർച്ചയായിട്ടാണ് ഇപ്പോൾ അല്ലെങ്കിൽ അതിന് പിറകെയായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഭൂമി വിഷയം കൂടി വന്നിട്ടുള്ളത്. അതായത് നിലവിൽ ഡൽഹിയിൽ രാജ്യ തലസ്ഥാനത്ത് ദേശീയ പാർട്ടികളുടെ ആസ്ഥാനങ്ങൾ സർക്കാർ ഭൂമി വിട്ടു നൽകിക്കൊണ്ട് തന്നെയാണ് നിർമ്മിക്കുന്നത്. ദീൻദയാൽ ഉപാധ്യായ മാർഗിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തേക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസ് മാറ്റാൻ നേരത്തെ തന്നെ സുപ്രീം കോടതി ഉത്തരവിടുകയും ചെയ്തത്. എന്നാൽ ആ സ്ഥലത്ത് തന്നെ നേരത്തെ ഹൈക്കോടതിക്ക് അനുവദിച്ച സ്ഥലത്താണ് ഇപ്പോൾ ഈ ഒരു ആം ആദ്മിയുടെ ദേശീയ ഓഫീസ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നിലനിർത്തുന്നതിന് വേണ്ടി ആം ആദ്മി നിയമ പോരാട്ടം നടത്തിയിരുന്നു. എന്നാൽ ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ജൂൺ 15-നകം ഡൽഹിയിലെ ഓഫീസ് ഒഴിയണം എന്നുള്ളതാണ് ആം ആദ്മിയോട് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. രാജീവ്. ജിഷ്ണു, ഇതുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം ഏതെങ്കിലും തരത്തിൽ ലഭ്യമായിട്ടുണ്ടോ? രാജീവ്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ പരിശോധിക്കുമെന്നുള്ളത് ആം ആദ്മി നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെയോ അല്ലെങ്കിൽ മുതിർന്ന നേതാക്കളുടെയോ പ്രതികരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല. ആം ആദ്മിയുടെ ഒരു പാർട്ടി പ്രതികരണം ഇതിനോടകം വന്നിട്ടുള്ളത് നിയമ നടപടികൾ പരിശോധിച്ച് ആവശ്യമായ ക്രമീകരണങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ആം ആദ്മി അറിയിച്ചിട്ടുള്ളത്. ഇതിലേതായാലും സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു വിധി വന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ സമയം നീട്ടി നൽകാനുള്ള ഒരു അപേക്ഷ കോടതിക്ക് മുൻപിലേക്ക് വെക്കും എന്നതിനപ്പുറത്തേക്ക് സ്ഥലം ഒഴിഞ്ഞു നൽകേണ്ടി വരും എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇപ്പോൾ തന്നെ കോടതിയിൽ ആം ആദ്മി അറിയിച്ചിട്ടുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ അതിന്റെ ക്രമീകരണങ്ങൾ അതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നതിനാൽ സമയം നീട്ടി നൽകണം എന്നൊരു അപേക്ഷ സുപ്രീം കോടതിക്ക് മുമ്പിൽ ആം ആദ്മി വെച്ചിട്ടുണ്ട്. പക്ഷേ ജൂൺ 15-നകം തന്നെ ഓഫീസ് ഒഴിയണം എന്നുള്ളതാണ് നിലവിൽ സുപ്രീം കോടതി ആം ആദ്മിക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. ഇതിൽ സർക്കാർ ഭൂമിയിൽ മറ്റൊരു ആവശ്യത്തിനായി ക്രമീകരിച്ചിട്ടുള്ള ഭൂമിയിലാണ് ആം ആദ്മിയുടെ ഓഫീസ് പണിതിട്ടുള്ളത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് കോടതി വളരെ വ്യക്തമായി നിരീക്ഷിച്ചിട്ടുള്ളത്. രാജീവ്. യെസ്, ജിഷ്ണുവാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.